ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ ആഗോള തലവൻ പോപ്പ് ലിയോ 14 ഇന്ന് വത്തിക്കാനിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഗാസയിലെ നിരപരാധികളുടെ കാര്യം വീണ്ടും ഊന്നിപ്പറഞ്ഞത്. ഞാൻ എൻ്റെ അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. അന്തസ്സാർന്ന ഒരു മാനുഷിക സഹായം ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. പരസ്പരമുള്ള ശത്രുത അവസാനിപ്പിക്കണം. അതിൻ്റെ താങ്ങാനാവാത്ത വില നൽകേണ്ടി വരുന്നത് കുട്ടികളും പ്രായം ചെന്നവരും രോഗികളുമാണ്. ഇതായിരുന്നു അദ്ദേഹം നടത്തിയ അഭ്യർത്ഥന. ഗാസയിൽ മാർച്ച് 2 മുതൽ ആരംഭിച്ചതാണ് പുതിയ ഉപരോധം. 11 ആഴ്ചകളായി മാനുഷിക സഹായം ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ പ്രവേശിക്കാൻ ഏതാനും ട്രക്കുകൾക്ക് ഇസ്രായേൽ തിങ്കളാഴ്ച അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഒരു മാനുഷിക സഹായവും അവിടെ വിതരണം ചെയ്യൽ ആരംഭിച്ചിട്ടില്ല എന്ന് UN തന്നെ പറയുന്നുണ്ട്. അതിനിടെ ഇന്നലെ ഗാസക്കുമേൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മാത്രം ചുരുങ്ങിയത് 45 പേർ കൊല്ലപ്പെട്ടു. മെയ് 11 തന്റെ ആദ്യ സൺഡേ സന്ദേശത്തിൽ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഹമാസ് പിടിച്ചുവച്ച ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും പോപ്പ് ആഹ്വാനം ചെയ്തിരുന്നു. ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിനുമേൽ വർദ്ധിക്കുകയാണ്. UK, ഫ്രാൻസ്, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവരെല്ലാം ഗാസയിലെ യുദ്ധം തുടരുന്നതിനെതിരെ ഇസ്രായേലിന് താക്കീത് നൽകി കഴിഞ്ഞു. എന്നാൽ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാതെ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്ന വാശിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.